നീയും ഞാനും എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രാജൻ രവിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഓർമ്മയുണ്ടോ രവി, പണ്ട് നിന്റെ ആ സൈക്കിളിൽ നമ്മൾ ഡബിൾസ് വെച്ച് പോകുമ്പം ആ സൈക്കിൾ ഒരു മരത്തിലിടിച്ചതും മൂന്നായിട്ട് ഒടിഞ്ഞു പോയതും എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് രാജ. പിറ്റേന്ന് അതേ സൈക്കിളിൽ തന്നെയാണ് എനിക്ക് പത്രമിടാൻ പോവേണ്ടത്, പക്ഷേങ്കിൽ അത് റിപ്പയർ ചെയ്യാനുള്ള ക്യാഷ് എൻ്റെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു സൈക്കിൾ കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞുതരും. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് അതിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ വാങ്ങി എനിക്ക് നന്നാക്കി തന്നു. എന്നിട്ട് ഞാൻ വലിയ പണക്കാരനായിരുന്നു. അയാളെ തെരഞ്ഞു കണ്ടുപിടിച്ചു, ആ പഴയ സംഭവങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നിൽ നിന്ന് ചോദിക്കുക. അപ്പം അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, സാറേ ഞാൻ സാറിനെ സഹായിച്ചു തരും, സാർ ഒരു പിച്ചക്കാരനായിരുന്നു, ഇപ്പം സാറ് വലിയ പണക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ടാന്ന്. അന്ന് ഞാൻ അയാളെ എൻ്റെ ഗുരുവായി സ്വീകരിച്ചു. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് രാജ. പലരും വിചാരിക്കും നമ്മൾ പണക്കാരായാൽ നമുക്ക് കുറേ പേരെ സഹായിക്കാമെന്ന്, പക്ഷെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ പാവപ്പെട്ടവരാണെങ്കിൽ നമുക്ക് പലരെയും സഹായിക്കാം എന്നുള്ളതാ. അതേ രാജ, നീ പറഞ്ഞതിലും കാര്യമുണ്ട്. പിന്നീട് നിന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാതെ വന്നപ്പോൾ നീ ആ സൈക്കിൾ വിറ്റതും എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് നിനക്കുള്ള ആ സങ്കടവും. അതെ, പിന്നീടുള്ള നമ്മളുടെ യാത്ര ബസ് യാത്രയായതും. രവി, നീ പലപ്പോഴും ബസ്സിൻ്റെ ഏണി തൂങ്ങിയിട്ടാണ് യാത്ര ചെയ്തത്. അതെ, ടിക്കറ്റ് എടുക്കാൻ ക്യാഷ് വേണ്ട ചക്കരയെന്നും പറഞ്ഞിട്ട് രവി ഇങ്ങനെ നമ്മുടെ രാജനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. നമ്മളെക്കുറിച്ച് അന്നൊക്കെ നാട്ടുകാർ പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയോ, 2 പാഴ്ജന്മങ്ങൾ. അതെ, അതും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് നമ്മളെ കണക്ക് പഠിപ്പിച്ച മാധവൻ സാർ ക്യാൻസർ വന്ന് കിടന്നപ്പോൾ നമ്മൾ പൈസ കടം വാങ്ങിയിട്ടാണ് സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത്, അല്ല രാജ? അതെ, ആ സാറിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് കണക്കിൽ മുട്ട വാങ്ങിച്ചതിന്. നമ്മൾ ആ പൈസ കൊണ്ടുപോയി കൊടുത്തുതരാം. മാധവൻ സാർ എന്നെ കെട്ടിപ്പിടിച്ചു, ചെറിയ കുട്ടി കരയും പോലെയാണ് പൊട്ടിക്കരഞ്ഞത്. സാറ് പറഞ്ഞത് എന്താണെന്നറിയുമോ, സാറ് കണക്ക് പഠിപ്പിച്ചിട്ട് പ്രഗത്ഭരായ കുറേ വിദ്യാർത്ഥികളുണ്ട്, പക്ഷെങ്കിൽ അവരാരും സാറിനെ കാണാൻ വന്നിട്ടില്ല. നമ്മൾ രണ്ടുപേരും ചെന്നെന്നും പറഞ്ഞിട്ട് സാറ് കരഞ്ഞതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് രാജ. ആ കാലഘട്ടമായിരുന്നു നമ്മുടെ ജീവിതത്തിലെ സുവർണ്ണ കാലഘട്ടം. ഇതും പറഞ്ഞ് രവി ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രവി, നമ്മളൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാൽ നമ്മൾ തുറന്നു പറയും എന്നുള്ളത്. അത് ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല, പക്ഷെങ്കിൽ നീ എന്നിൽ നിന്നും എന്തോ ഒളിക്കുന്നുണ്ട് രവി. ഇത് ഒളിപ്പിച്ച് വെക്കാൻ ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് രവി നിനക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പണ്ട് നിന്റെ പിറകെ എത്ര പെൺപിള്ളേരായിരുന്നു നടന്നത്, പക്ഷെങ്കിൽ നീ ആരെയും മൈൻഡ് ചെയ്തിട്ടില്ല. ആ രവിയാണിപ്പോൾ. നിനക്ക് എന്താണ് രവി സംഭവിച്ചത്? ഇത് കേട്ടവരും രവി രാജൻ്റെ അടുത്ത് നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിട്ട് പറയാണ്, ശരിയാണ്, എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെന്താ സംഭവിച്ചത് എന്നുള്ളത് എനിക്കും മനസ്സിലാവുന്നില്ല. കൺഫ്യൂസ്ഡ്? നോ, യു ആർ നോട്ട് എന്നും പറഞ്ഞിട്ട് രാജൻ രവീൻ്റെ അടുത്ത് പോയിട്ട് രവീനെ പിടിച്ച് തൻ്റെ ഫേസ് ടു ഫേസ് ആയി നിർത്തിയിട്ട് പറയാണ്, നമ്മൾ രണ്ടുപേരും ഏതെല്ലാം സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, വ്യത്യസ്തരായ മനുഷ്യന്മാരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ആ നിനക്കാണ് നിന്നെ മനസ്സിലാവാത്തത്. എനിക്കറിയില്ല രാജ, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കി. ഇപ്പം എന്നിൽ നടക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേട്ടിട്ട് പുച്ഛിച്ചുകൊണ്ട് രാജൻ പറയാണ്, പ്രേമത്തിൽ വീഴുന്നവരുടെ സ്ഥിരം ഡയലോഗാണിത് രവി, നിന്റെ മുഖം കണ്ട എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, നിനക്ക് ആ പെണ്ണിനോട് പ്രേമാണ്, നല്ല മുഴുത്ത പ്രേമം തന്നെ. രാജ, നോ, ഞാൻ അവളെ വിശ്വസിക്കുന്നു, എനിക്ക് അവളിൽ വിശ്വാസം മാത്രമേ ഉള്ളൂ. അല്ല രവി, വിശ്വാസം എന്നുള്ള 3 അക്ഷരം മാറി പ്രേമം എന്നുള്ള 2 അക്ഷരത്തിലേക്ക് നീ വീണിരിക്കുന്നു. അല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് രവി. എൻ്റെ ഇപ്പോഴത്തെ ഈ പെരുമാറ്റം കണ്ടാൽ എനിക്കെന്നല്ല ഓഫീസിലുള്ള മുഴുവൻ ആൾക്കാർക്കും മനസ്സിലാവും നിനക്കുള്ളത് ഇപ്പോൾ പ്രേമജ്വരാണെന്ന്. ഇത് കേട്ടവരൊക്കെ രവി ഒന്നും പറയാതെ അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ നമ്മുടെ രാജൻ തുടർന്ന് പറയാണ്, 25 വർഷം മുമ്പ് ഇതേ ചായക്കടയുടെ മുമ്പിൽ വെച്ച് എൻ്റെ സുഹൃത്ത് എന്നോട് പറയായിരുന്നു അവൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച്. അവൻ്റെ സ്വപ്നങ്ങൾ അവൻ സാക്ഷാത്കരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ വളർന്നു വൻ വൃക്ഷമായി മാറിയത് ഞാൻ കൺകുളിർക്കെ നോക്കി നിന്നു. പക്ഷെങ്കിൽ നീ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത നിന്റെ സാമ്രാജ്യം ഒരു പെൺകുട്ടിയുടെ പേരിൽ തകർന്നടിയാൻ പോവാണ് രവി. നിന്റെ ശ്വാസത്തിൻ്റെ വേഗത നോക്കിയിട്ട് നിന്റെ മനസ്സിൽ എന്താ നടക്കുന്നതെന്ന് പറയാൻ പറ്റൂ എനിക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. നിനക്ക് ഈ പ്രേമം കൊണ്ട് ഒരു ഗുണമില്ല രവി, നിനക്ക് നഷ്ടങ്ങളല്ലാതെ ഒന്നും നേടാൻ കഴിയില്ല. നീ ആദ്യം ഒന്ന് മനസ്സിലാക്കണം, നിന്റെ ഈ താടിയുടെ ചോട്ടിലുള്ള രോമങ്ങളൊക്കെ നരച്ചു തുടങ്ങി. അവളാണെങ്കിൽ ഇപ്പോഴും കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത ഒരു കുട്ടിയാണ്. ആണെങ്കിൽ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാണ്. ഈ ബിസിനസ് സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റോൾ മോഡലാണ് നീ. അവളാണെങ്കിൽ ഒരു കോളനിയിലെ 7ാം കൂലിയുടെ മകൾ. രവി, നീ വയസ്സിന്റെ കാര്യം വിട്ടുകള. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രേമത്തിന് കണ്ണും മൂക്കും വായു ഒന്നുമില്ലെന്ന് പറയല്ലോ, പക്ഷേ നീ ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധി ഉപയോഗിച്ചെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക് രവി. സുദർശന്റെ കുടുംബവും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ആലോചിച്ച് നോക്ക്. സൂര്യനും ഒരു പുൽക്കൊടിയും പോലെ. നിന്നൊരു തകർന്ന അവസ്ഥയിൽ കാണാൻ എനിക്ക് കഴിയാത്തോണ്ടാ
പറയുന്നത് നീ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ നിന്നും പിന്മാറണം രവി. ഇല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നിന്നിലുള്ള വിശ്വാസം അങ്ങ് ഇല്ലാതാവും. അതിൽ നിന്റെ ഈ ബാല്യകാല സുഹൃത്ത് രാജാറാമും ഉണ്ടാവും, പിന്നെ നിന്റെ അമ്മയുണ്ടാവും, അനിയനും ഉണ്ടാവും. നീ ഒന്ന് ആലോചിക്ക് എന്ത് വേണം എന്നുള്ളത്. ലാസ്റ്റ് നിനക്ക് നീ മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും ക്യാഷ് കൊടുത്തിട്ട് വരാം, അപ്പോഴേക്ക് നീ ഒന്ന് ആലോചിക്കുന്നു പറഞ്ഞിട്ട് രാജാറാം രവീൻ്റെ കയ്യിലുള്ള ആ ചായ ഗ്ലാസും വാങ്ങിയിട്ട് അങ്ങ് പോവുകയാണ്. ഈ സമയം ശ്രീലക്ഷ്മിൻ്റെ വീട്ടിൽ ശ്രീ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടന്നായിരിക്കും. പക്ഷെ കിടന്നിട്ടും ശ്രീക്ക് ഉറക്കം വരുന്നില്ല. കാരണം അത്രയും സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ശ്രീ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. എത്ര കിടന്നിട്ടും ശ്രീക്ക് ഉറക്കം വരാത്തത് കണ്ടിട്ട് ശ്രീ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്. എന്നിട്ട് ആ സംഭവങ്ങൾ വീണ്ടും ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ റോസാപ്പൂവിൻ്റെ ഇതിൽ നോന്നും പറഞ്ഞിട്ടതും കൃഷ്ണനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇല്ല കൃഷ്ണൻ ഞങ്ങളുടെ കല്യാണം നടക്കില്ലല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ രംഗങ്ങളൊക്കെ ആലോചിച്ച് ശ്രീ എഴുന്നേറ്റ് ഹാളിലേക്ക് വരികയാണ്. എന്നിട്ട് തൻ്റെ അച്ഛനും അമ്മയും കിടക്കുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മ പെട്ടെന്ന് തന്നെ ഉറക്കത്ത് എഴുന്നേറ്റിട്ട് ഉറക്കപ്പിച്ചിൽ മാറി നിൽക്കടി അങ്ങോട്ട്, എല്ലാം അസൂയക്കൂട്ടങ്ങളാ, വീട്ടിൽ പൈപ്പ് കണക്ഷൻ എടുത്തോട്ടെ, എന്നാലേ ഞാൻ ഇങ്ങോട്ട് വെള്ളം കോരാൻ വേണ്ടി വരികയെന്നല്ല ഒന്നും പറഞ്ഞിട്ട് അമ്മ വീണ്ടും ഉറങ്ങാൻ കിടക്കുന്നത് കണ്ടിട്ട് ശ്രീ വീണ്ടും തൻ്റെ റൂമിലേക്ക് തിരിച്ചു പോയിട്ട് ശ്രീയും ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ തന്നെ ശ്രീയുടെ വീടായിരിക്കും. അമ്മയാണെങ്കിൽ ഭയങ്കര ബിസി ആയിരിക്കും അടുക്കളയിൽ. ആ സമയത്താണ് അച്ഛൻ കുളിച്ചു വരുന്നത്. അതിനുശേഷം അച്ഛൻ ഇങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് റെഡിയാവാൻ നോക്കുമ്പോൾ അമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ശ്രീയുടെ അച്ഛൻ, നമ്മൾ എന്നാ കാർത്യായനി ക്ഷേത്രത്തിൽ നേർച്ചയ്ക്ക് പോകുന്നത്? അല്ല നീ ആ ഈശ്വരി അമ്മ പറഞ്ഞതൊക്കെ കാര്യമാക്കി വെച്ചിരിക്കുക? ആഹാ, ഇത് കൊള്ളാലോ, ഇത് നമ്മളുടെ മകളുടെ കാര്യമാണ്. ഈശ്വരി അമ്മ പറഞ്ഞാലും ഇല്ലെങ്കിലും ദൈവങ്ങളെ ധിക്കരിച്ച എന്താ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അതിന് ഞാൻ ദൈവങ്ങളെ ധിക്കരിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. ഞാൻ ദിവസവും ഈ ദൈവങ്ങളുടെ മുമ്പിൽ നിന്നല്ലേ പ്രാർത്ഥിക്കാറുള്ളത്. പിന്നെ മോളുടെ കെട്ടുകാരിയാണെങ്കിൽ ഇപ്പം തന്നെ അറിയാലോ, ഒരു കല്യാണക്കുരുക്കിന് എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. അതുകൊണ്ട് എടുത്തു ചാടിയിട്ട് തീരുമാനങ്ങളൊന്നും എടുക്കാൻ നിൽക്കണ്ട. ദൈവങ്ങൾ തന്നെ മോൾക്ക് പറ്റിയ നല്ലൊരു ബന്ധം കാണിച്ചു തരും. ആ അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെ പറഞ്ഞത് ദൈവങ്ങൾ തന്നെ ഒരു വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നേർച്ച നേരണം എന്ന് പറഞ്ഞത്. അതൊക്കെ ശരി തന്നെ, പക്ഷെങ്കിൽ ഇത്രയും ദൂരെ പോകണോ? ആ അതെന്തായാലും പോകണം. ഈശ്വരിയമ്മ ഇക്കാര്യം പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം 1 കഴിഞ്ഞു. കാർത്തിയമ്മയുടെ ആ അനുഗ്രഹത്തോടൊപ്പം കാർത്തിയാനി അമ്മയുടെ ആ അനുഗ്രഹോടെ ഉണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിന് നല്ല സമാധാനം കിട്ടില്ലേ? അല്ലെങ്കിലും ശ്രീയുടെ അച്ഛന് മകളുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഒരു മടിയാണ്. അതാണ് ഇങ്ങനെ അരുതാത്തതൊക്കെ സംഭവിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ സ്വന്തം മോളുടെ കല്യാണക്കാരിയല്ലേ? അതെ, അതാണ് നമ്മളുടെ സ്വന്തം മോളുടെ കല്യാണക്കാരിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് ഇത്ര ധൃതി കാണിക്കണ്ട എന്നുള്ളത്. കാണിച്ചിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയതിൻ്റെ ഫലം നീ അനുഭവിച്ചതല്ലേ? അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുന്നും പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ പോകാൻ നോക്കുമ്പോൾ അമ്മ പിന്നാലെ തന്നെ വന്നിട്ട്, ശ്രീയുടെ അച്ഛ ഒന്ന് പറ, ഇന്നല്ലെങ്കിൽ നാളെ എന്നാ നമ്മൾ പോകുന്നത്? അതെ ഞാൻ പറയാം, ഇപ്പോഴല്ല, ശ്രീലക്ഷ്മിയോട് വന്നിട്ട് നമുക്ക് 3 പേർ കൂടി ഇരുന്നിട്ട് ആലോചിക്കാം, എന്നിട്ടൊരു ദിവസം നമുക്ക് കാണാം. ഇങ്ങനെ എടുത്തു ചാടാതെ വല്ല കീറത്തുണി ഉണ്ടെങ്കിൽ അത് തയ്ച്ച് റെഡിയാക്കാൻ നോക്കുന്നും പറഞ്ഞ് അച്ഛനങ്ങ് പോവാണ്. അതിനുശേഷം അമ്മ ഇങ്ങനെ കരിക്കോത്തി അമ്മേൻ്റെ മുമ്പ് പോയിട്ട്, എൻ്റെ ദൈവങ്ങളെ, ഈ ആണുങ്ങൾക്കൊരിക്കലും ഈ പെണ്ണുങ്ങളുടെ മനസ്സിൽ മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ ഒരുത്തി പൊര നിറഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുക, അവളുടെ കൈ പിടിച്ചേൽപ്പിക്കാൻ ഈ ലോകത്ത് ആരാ ഉള്ളത്? എൻ്റെ കരിക്കോത്തി അമ്മയെ, കാർത്യായനി ദേവി എല്ലാം നിങ്ങൾക്ക് അറിയുമെന്നും പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കാണിക്കുന്ന സീൻ രവിവർമ്മൻ്റെ ഓഫീസാണ്. രവിവർമ്മൻ തൻ്റെ ക്യാബിനോട് ചേർന്നുള്ള ബാൽക്കണിയിൽ നിന്നിട്ട് രാജാറാമിനോട് താൻ എടുത്ത ഡിസിഷൻസ് ഒക്കെ പറയാണ്. താൻ ശ്രീലക്ഷ്മിനെ കോയമ്പത്തൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചു. ഇത് കേട്ടേരം രാജാറാം, കുറച്ച് ദൂരെയാണല്ലോ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ആഴ്ചയിൽ ഒരു 3-4 ദിവസം അവിടെ പ്രോഗ്രാം കാണുന്ന എനിക്ക് തോന്നുന്നത്. എനിക്കിനി നിനക്കിനി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ മാത്രമേ സമയം കാണുള്ളൂ. ഇത് കേട്ട് ദേഷ്യം വന്ന് രവി പറയാണ്, സ്റ്റോപ്പ് ഇറ്റ്, കോമഡി വേണ്ട, അവൾക്കരികിൽ ഞാൻ ഉണ്ടാവാൻ പാടില്ല, അതല്ലേ നീയും ആഗ്രഹിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. പിന്നെന്തിനാ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കുന്നത്? രവി, നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എനിക്കിപ്പോഴും ആശങ്കയുണ്ട്. ശ്രീലക്ഷ്മിയുടെ ഈ ട്രാൻസ്ഫർ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള നിന്റെ തന്ത്രമല്ലേ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ രവി ഇങ്ങനെ രാജാറാമിനെ പിടിച്ച് ഞെക്കാൻ പോവാണ്. തന്ത്രം നിന്റെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ രവി ഇങ്ങനെ കൈ പിൻവലിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ അവളെ അമേരിക്കക്ക് പറഞ്ഞുവിടാം, എന്നാ പിന്നെ ഞാൻ ആഴ്ചയിൽ 3-4 ദിവസം അവിടെ പോവില്ലല്ലോ, നിനക്ക് മതിയായല്ലോ എന്ന് പറഞ്ഞിട്ട് രവി ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് തൻ്റെ ക്യാബിലേക്ക് പോവാണ്. രാജാറാമും പിന്നാലെ വന്നിട്ട്, രവി കാം ഡൗൺ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിന്നോട് ചോദിക്കും. ഈ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാ. ഇതിനു മുമ്പ് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച അതേ സംഭവം തന്നെയാണ്. നീ ഇതിനു മുമ്പ്
മുമ്പ് എന്നെ ശ്രീലക്ഷ്മിയായി അഭിനയിപ്പിച്ചിട്ട് നീ ഒരു സംഭവം ചെയ്തില്ലേ, അതുപോലെ തന്നെ നീ രവിചന്ദ്രവർമ്മൻ, ഞാൻ ശ്രീലക്ഷ്മി. നമുക്ക് ആ സീനൊക്കെ ഒന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കാം. റിഹേഴ്സൽ ചെയ്യാനോ? നീ രാവിലെ തന്നെ തമാശിക്കുകയാണ്. ഞാൻ സത്യം ചെയ്യാം രവി, ഞാൻ തമാശിക്കുന്നല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. എനിക്ക് നിന്നോട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ട്, അത് ഞാൻ ശ്രീലക്ഷ്മി ആയിട്ട് ചോദിക്കും. നീ രവിചന്ദ്രവർമ്മനായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. പണ്ട് നീ ആവശ്യപ്പെട്ടേരം ഞാൻ ശ്രീലക്ഷ്മിയെ നിന്ന് തന്നതാ. ഇപ്പം ഞാൻ വീണ്ടും എൻ്റെ ആവശ്യത്തിന് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിനക്കത് പറ്റുമോ ഇല്ലേ? നിനക്ക് പറ്റുമോ ഇല്ലേ എന്ന് മാത്രം നീ എന്നോട് പറഞ്ഞാൽ മതി. അങ്ങനെ രവി പറയാണ്, ആ ചോദിക്ക്, പക്ഷെങ്കിൽ പെട്ടെന്ന് തന്നെ തീർത്ത് തരണം. ഓക്കെ, ഞാൻ ശ്രീലക്ഷ്മി, ഇതെൻ്റെ ട്രാൻസ്ഫർ ഓർഡർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജാറാം ശ്രീലക്ഷ്മി ആയിട്ട് വരികയാണ്. സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞിട്ട് രാജാറാം സ്റ്റാർട്ട് ചെയ്യാണ്. സർ, ഇതെന്താ സർ, ഇതെന്താ ട്രാൻസ്ഫർ ഓർഡറോ? എന്നെ കോയമ്പത്തൂരിലേക്ക് എന്തിനാ സർ ഇത്ര പെട്ടെന്ന് ട്രാൻസ്ഫർ ആക്കുന്നത്? അവിടെ പോയാൽ തനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും, അതാണ് റീസൺ. അല്ല സർ, ഇവിടെ ഇല്ലാത്ത എന്താണ് അവിടെ ഉള്ളത്? ഇവിടെ ഇല്ലാത്ത ഏത് കോഴ്സാണ് കോയമ്പത്തൂരിൽ പഠിക്കാൻ പറ്റുന്നേ? ഇതിന് ഉത്തരം പറയാതെ രവി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ, ഉത്തരം താടാ, എനിക്ക് റിയാക്ഷൻസ് ഒന്നും വേണ്ട, ഐ വോണ്ട് ആൻസർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജാറാം പിന്നീട് ബാക്കോട്ട് മാറി നിൽക്കുകയാണ്. ശ്രീലക്ഷ്മി നിൽക്കും പോലെ തന്നെ. പറയൂ സർ, എനിക്ക് ഇവിടെ തന്നെ പഠിച്ചൂടെ? അവിടെ പഠിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. നമ്മുടെ സാരികളെ കുറിച്ച് ഒന്നുകൂടി റിസർച്ച് ചെയ്യണം, അതിന്റെ മാർക്കറ്റ് എങ്ങനെ കൂട്ടാം എന്നുള്ളത്. പക്ഷെങ്കിൽ സർ, ഞാൻ അവിടെ പോയാൽ എനിക്ക് സാറിനെ കാണാൻ കഴിയില്ലല്ലോ. ഇത് കേട്ടത് രവിവർമ്മൻ ദേഷ്യപ്പെട്ടിട്ട് ചേർന്ന് എഴുന്നേറ്റ് അവിടെ ഇങ്ങനെ നിൽക്കുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം. അപ്പം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്